ചങ്ങാതിമാരായവർ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞത് ചെറിയ ഒരു പ്രശ്നത്തെ പ്രതിയായിരുന്നു. തെറ്റിദ്ധാരണയായിരുന്നു തങ്ങളുടെ ഇടയിലെ പ്രശ്നമെന്ന് രണ്ടുപേർക്കും മനസ്സിലായിട്ടും ചെന്ന് സംസാരിക്കുവാനോ സൗഹൃദം പുനഃസ്ഥാപിക്കുവാനോ രണ്ടുപേരുടെയും ഈഗോ അനുവദിച്ചില്ല. മനസാക്ഷി പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടും നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെച്ചു. ഒരു ദിവസം ചങ്ങാതിയുടെ ഫോൺ പലതവണ ഫോണിലേക്ക് വന്നിട്ടും നാളെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കോളുകളെല്ലാം റിജക്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ഫോൺ കോളിന് പകരം വന്നത് ഒരു പിക്ചർ മെസ്സേജ് ആയിരുന്നു. തൻ്റെ ചങ്ങാതിയുടെ ഫോട്ടോ പതിച്ച ഒരു പിക്ചർ മെസ്സേജ്, താഴെ ആദരാഞ്ജലികൾ എന്ന് അടിക്കുറിപ്പും. പ്രിയരെ, ചില മരണങ്ങൾ നമ്മളെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കാറുണ്ട്. നാളെ എന്ന് നമ്മൾ നീട്ടിവെക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കാനാവാത്ത വിധം എന്നേക്കുമായി നഷ്ടപ്പെടും എന്നുള്ളത് നാം മറന്നു പോകരുത്. പൊറുക്കാനാവാത്ത, ക്ഷമിക്കാനാവാത്ത തെറ്റുകളൊന്നും നമ്മുടെ പ്രിയപ്പെട്ടവർ ചെയ്തിട്ടില്ലെന്നേ. അത് ഭാര്യയായാലും ഭർത്താവായാലും സുഹൃത്തുക്കളായാലും സഹോദരങ്ങളായാലും അവർ നമുക്കെതിരെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ അവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇന്ന് നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ നാളെ ആവട്ടെ എന്ന് മാറ്റിവെച്ചാൽ നാളെ ഞാനോ നീയോ ഉണ്ടാകുമെന്ന് ആരറിഞ്ഞു? God bless you.